പുള്ളിച്ചേമ്പിൻ്റെ ചെടി നട്ടിട്ടില്ലായിരുന്നു. ആ ചെടി താണ്ട് ഇവിടെ നിൽപ്പുണ്ടല്ലോ, നമ്മൾ നട്ടിട്ടുണ്ട്. അതിനകത്ത് മൊട്ട് വന്നിട്ടുണ്ട്. ഇത് മൊട്ട് കണ്ട് ഇങ്ങനെ ഒരു മൊട്ട് വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതിൻ്റെ ഒരു ഇനത്തിൽ പെടുന്നതാണ്ട് ഇത് കണ്ടോ, ഈ ഇല രണ്ടും കണ്ട് വ്യത്യാസം. അതിനകത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പച്ചിലയ്ക്കകത്ത് ഇങ്ങനെ പുള്ളിയുള്ളൊരു ചെടി ഇലയുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടേ. പിന്നെ വേറൊരു രീതിയിലുള്ള ഇലച്ചെടി, ഇതിൻ്റെ റോസുണ്ട്. ഇതിൻ്റെ റോസ് ഇങ്ങനെ റോസ് കളറുള്ള ഇലയുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അത് ഇതും നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉള്ളതാണ്. ഞാനിത് ചെടിയായിട്ട് നമുക്ക് നടാൻ കൊള്ളാം കണ്ടോ. അതുകൊണ്ട് ഞാനിത് രണ്ടിനും ഇതിനകത്ത് നടാൻ പോവാണേ. ഇവരുടെ നമുക്ക് മേടിച്ച് നടാൻ പറ്റുന്ന ഇലച്ചെടികളുണ്ട്. പക്ഷേ നമുക്കിത് കണ്ടപ്പം ഭംഗിയായിരുന്നു, കാണാൻ നല്ല ഭംഗി. വീട്ടിലൊക്കെ നമുക്ക് നട്ട് വെക്കാം. ഇങ്ങനെ നടുമ്പോൾ ഒതുങ്ങി ഒരിടത്ത് നിന്നോളൂ. അല്ലെങ്കിൽ നമ്മളിത് നിരങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കി നടുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ റോസുണ്ട് ഉണ്ട്. ഈ ഇലകൾ തമ്മിൽ കണ്ടോ, ഈ പുള്ളി കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നട്ടേക്കുന്നത്. ഇതിനകത്തൊരു മുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ നട്ടൊരെടുത്ത് ഇങ്ങനെ നല്ല പഴയ കവറിനകത്തൊക്കെ നട്ട് വെച്ച് നമുക്ക് ഭംഗിക്ക് നിന്നോളൂ. അപ്പം നിരങ്ങി പോകത്തില്ല. അപ്പം ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിത് ഇവിടെ നിർത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത്.